സാർ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാൻലിൻ അമേരിക്കയിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരാൾക്ക് നൽകേണ്ടി വരും. അത് മകൻ ഉദയനിധിക്ക് നൽകുന്നു എന്നുള്ള അഭ്യൂഹം പരക്കുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അത്ര എളുപ്പമായിരിക്കുമോ? അത് എളുപ്പമാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിദേശ നിക്ഷേപകരെ തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാലിൻ ഈ ഓഗസ്റ്റ് അവസാന വാരം ആണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ വ്യവസായികളുമായിട്ടും സംഘടനകളുമായിട്ടും ഒക്കെ ചർച്ച വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 22-നാണ് ഈ അമേരിക്കൻ സന്ദർശനം തുടങ്ങുന്നത്. അദ്ദേഹത്തിന് ചില അസുഖങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതുമായിട്ടുള്ള ചികിത്സയുണ്ടോ എന്നുള്ളതൊന്നും ഈ സന്ദർശനത്തെ സംബന്ധിച്ചിട്ട് ഈ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ചികിത്സയുടെ കാര്യം മറച്ചു വെക്കുമല്ലോ, മറ്റു കാര്യങ്ങളെ പറയുള്ളൂ. ഉടനെ വ്യവസായികളൊന്നും വരാനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ കാണുന്നുമില്ല. അപ്പോൾ ഓഗസ്റ്റ് 22-ന് തുടങ്ങിയിട്ട് 3 ആഴ്ച ആണ് അമേരിക്കൻ സന്ദർശനം. സംശയാസ്പദമാണ്. 3 ആഴ്ച സന്ദർശനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരുതുന്നത് ചികിത്സ ആയിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. 3 ആഴ്ച ഔദ്യോഗിക പരിപാടിയൊന്നും എന്തായാലും ഉണ്ടാവില്ല. അതെ, കാരണം അനാരോഗ്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതും ഉദയനിധിയെ പിൻഗാമിയായിട്ട് കൊണ്ടിരുന്നു എന്നുള്ളതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പോൾ ഈ വ്യവസായികളുമായിട്ട് ഏത് മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഇപ്പൊ ജ്യോതി ബസു ഒക്കെ പണ്ട് ഇസ്രയേലും ഒക്കെ സന്ദർശിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ആളുകളോട് വ്യവസായികളോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ 3-4 ദിവസത്തിന്റെ അപ്പുറം ഒന്നും സന്ദർശനം പോവാറില്ല. അപ്പോൾ 3 ആഴ്ച എന്ന് പറയുമ്പോൾ എന്തോ ചെക്കപ്പ് ഉണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോൾ അദ്ദേഹം മറ്റേ ഗ്രൂം ചെയ്തു വരുന്നത് മകനെ മനഃപൂർവ്വമായിരിക്കാനാണ് സാധ്യത. ഈ സ്റ്റാലിൻ്റെ അഭാവത്തിൽ മുഖ്യമന്ത്രിയുടെ ചുമതല ഇപ്പൊ കായിക വകുപ്പ്, യൂത്ത് അഫയേഴ്സ്, കായിക വകുപ്പ്, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രിയാണ് ഉദയനിധി സ്റ്റാലിൻ. അദ്ദേഹത്തിന് വകുപ്പുകൾ കൈമാറുന്നാണ് പറയുന്നത്. പക്ഷേ അത് ഉപമുഖ്യമന്ത്രി ആക്കിയിട്ട് ചുമതലകൾ കൈമാറും എന്ന് കേട്ടിരുന്നു. ഉപമുഖ്യമന്ത്രി ആവുന്ന ശക്തമായ സൂചനകളൊക്കെ ഉണ്ടായിട്ടും പിന്നെ അതുപോലെ മന്ത്രിസഭ അഴിച്ചുപണി, ഈ 2 കാര്യങ്ങളും എന്തോ നീണ്ടുപോകുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ അകത്ത് ചില തർക്കങ്ങൾ, മറ്റേ സഹോദരി വേറെ അമ്മയിലാണ് എങ്കിലും ഈ കനിമൊഴിയുമായിട്ട് തർക്കം, സ്റ്റാലിൻ്റെ തർക്കം ഈ പിൻഗാമി പ്രശ്നത്തിൽ തന്നെ രൂക്ഷമാണ്. കാരണം കനിമൊഴിക്ക് കൂടുതൽ രാഷ്ട്രീയ പാരമ്പര്യമുണ്ടല്ലോ, MP-യുമാണ്. രാഷ്ട്രീയത്തിൽ നിന്നു തുടങ്ങിയിട്ട് താരതമ്യേന സിനിമയിലായിരുന്നു ഉദയനിധി ഇത്രയും കാലം. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ട് പിൻഗാമിയാകാൻ. അവർക്ക് രാഷ്ട്രീയം കുറച്ചുകൂടി നന്നായിട്ട് അറിയുകയും ചെയ്യാം. മുമ്പ് പത്രപ്രവർത്തകയായിരുന്നു, ഹിന്ദുവിൽ ജോലി ചെയ്തിരുന്നതാണ് അവർ. അപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന, മന്ത്രികളുടെ വകുപ്പുകളിൽ മാറ്റം, ഇതൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വരുന്ന വാർത്തകളെങ്കിലും ഈ ഉപമുഖ്യമന്ത്രി ആക്കി കൂടായികയൊന്നുമില്ല. കനിമൊഴിയും ഉദയനിധിയും തമ്മിൽ കണ്ടുകൂടാ, ഇഷ്ടമല്ല. അത് 2 കൊല്ലം മുമ്പ് ഈ കനിമൊഴിയാണ് ഈ സ്ത്രീ വിഭാഗം, DMK-യുടെ മഹിളാ വിഭാഗത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. യുവവിഭാഗം ഉണ്ടല്ലോ, യുവജനങ്ങളുടെ വിഭാഗം, യുവാക്കളുടെ DMK-യുടെ, അതാണ് ഉദയനിധിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഉദയനിധി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 2ലും ആളുകളെ കൂട്ടാനായിട്ട് സ്റ്റാലിൻ പറഞ്ഞിരുന്നു, 2 പേരോട് ഉത്തരവ് കൊടുത്തിരുന്നു. അപ്പോൾ ഉദയനിധി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂർ ഭാഗത്തുള്ള യുവാക്കൾക്കൊരു നിർദ്ദേശം കൊടുത്തു. നമ്മുടെ യുവാക്കളുടെ സംഘടനയിൽ കൂടുതൽ യുവതികളെ ചേർക്കണം, യൂത്ത് വിങ് വനിതകളെ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുത്തു. അപ്പോൾ കോയമ്പത്തൂരാണെങ്കിൽ അണ്ണാ DMK, BJP അതിൻ്റെയൊക്കെ കോട്ടയാണ്. അപ്പോൾ ആ ഭാഗം ശക്തിപ്പെടുത്താനായിട്ടാണ് കൂടുതൽ യുവതികളെ നമ്മൾ ചേർക്കണം. അപ്പോൾ യുവതികളെ ചേർക്കുന്നതല്ലല്ലോ ഇയാളുടെ വിങ്ങിൻ്റെ ചുമതല, അത് എൻ്റെ ജോലിയല്ലേ എന്ന് പറഞ്ഞിട്ട് കനിമൊഴി ആ പ്രശ്നത്തിൽ ശുഭിതയായി എല്ലാ മഹിളാ വിഭാഗങ്ങൾക്കും എല്ലാ ജില്ലകളിലുമൊക്കെ ഇയാളിങ്ങനെ കൂടുതൽ സ്ത്രീകളെ, യുവതികളെയൊക്കെ യുവജന വിഭാഗത്തിൽ ചേർക്കുന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കണം, നമ്മളാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ യുവതികളെ ചേർക്കണം
എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു അടിയായി. ഇങ്ങനെ പലതരത്തിലത് മറ്റേ പരസ്യമായി വന്നിട്ടില്ലെങ്കിലും കുടുംബകലഹമായിട്ട് വളർന്നിട്ടുണ്ട് ഇതൊക്കെ, ഈ വളർച്ച. അങ്ങനെയാണ് ഈ സിനിമാ രംഗത്തുണ്ടായിരുന്ന ഉദയനിധിയെ എടുത്ത് പിൻഗാമിയാക്കാൻ, സ്വന്തം മകനാവുമ്പോൾ സ്വന്തം മകനല്ലേ മുഖ്യമന്ത്രി ആവുമ്പോൾ പിൻഗാമിയാക്കുള്ളൂ. അങ്ങനെയാണല്ലോ വംശം നിലനിൽക്കാറ്. അപ്പോൾ ധാരാളം വിവാദങ്ങൾ ഉദയനിധി, ഉദാഹരണത്തിന് സനാതന ധർമ്മം ഉന്മൂലനം ചെയ്യണം, വിവാദ പ്രസംഗമായി കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ട് പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉദയനിധിക്കെതിരെ കേസുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഒരു ഒറ്റ എഫ്ഐആർ ആക്കണമെന്ന് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി സമ്മതിച്ചില്ല. താൻ തൻ്റെ ഉത്തരവാദിത്തം മറന്നതാണല്ലോ, അപ്പൊ ഇത് അനുഭവിക്കേ എന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുക. ഈ ഉദയനിധി ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ നിന്നാണ് MLA ആയി ജയിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഉപമുഖ്യമന്ത്രി ആകാനുള്ള 2 പ്രശ്നങ്ങൾ അങ്ങേരുണ്ടാക്കിയ ഈ സനാതന ധർമ്മ വിവാദം, 2 ഈ അടുത്ത കാലത്ത് ഈ ഹൂച്ച് ട്രാജഡി, ഈ വ്യാജമദ്യ ദുരന്തം അവിടെ ഉണ്ടായി. അപ്പൊ ആ വ്യാജമദ്യ ദുരന്തവും ഈ 2 കാര്യങ്ങളും കൊണ്ടാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം വൈകിയത്. DMKക്കെതിരെ DMK വിവാദത്തിൽ വന്നു. പിന്നെ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ഡെങ്ക്, മലേറിയ അതുപോലുള്ള പകർച്ചവ്യാധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഹിന്ദുക്കളുമൊക്കെ എതിരായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഉദയനിധി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കണം, ആ രീതിയിലാണ് മോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ ഓഗസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ആകേണ്ടതാണ്. സ്റ്റാലിൻ ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഉപമുഖ്യമന്ത്രി ആയത്, കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. അപ്പൊ ഇപ്പൊ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതുപോലെ തന്നെ ആ ലോജിക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഫോർമുല അനുസരിച്ചിട്ട് ഉപമുഖ്യമന്ത്രി ആകേണ്ടതാണ്. ഇപ്പൊ തന്നെ ഉദയനിധി സ്റ്റാലിന് മന്ത്രിസഭയിൽ വലിയ സ്വാധീനവും എല്ലാം ഉണ്ട്. എല്ലാവരും അദ്ദേഹത്തിനെ കണ്ടിട്ട് വേണം പോവാൻ. അപ്പോൾ ഉദയനിധിക്ക് കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പെല്ലാം കൊടുത്താൽ സ്റ്റാലിൻ്റെ മുകളിലുള്ള ഭാരം കുറയ്ക്കാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്, നടക്കുമ്പോഴൊക്കെ കാണാം. ഉദയനിധി തന്നെ കൂടുതൽ ഇപ്പോൾ ഈ യുവജനക്ഷേമം, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ വലിയ കഥയില്ല, വലിയ കാശ് കിട്ടുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഉദയനിധി തന്നെ എനിക്ക് നല്ല വകുപ്പുകൾ കിട്ടണം, അപ്രധാന വകുപ്പിൽ നിന്ന് മാറ്റണം അല്ലേ. അപ്പോൾ സീനിയർ മന്ത്രിമാർക്ക് എന്ത് തോന്നും എന്നുള്ള പ്രശ്നം കിടപ്പുണ്ട്. എന്നാലും ഏതെങ്കിലുമൊക്കെ തരണമെന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ മന്ത്രിസഭയിലുള്ള ഇതുപോലെ ഉപമുഖ്യമന്ത്രി ആകും ഉദയനിധി സ്റ്റാലിൻ എന്ന് പറഞ്ഞൊരു റൂമർ ജനുവരിയിൽ വന്നു. അന്ന് സ്റ്റാലിൻ പറഞ്ഞിരുന്നു എൻ്റെ മന്ത്രിസഭയിലെ എല്ലാവരും ഉപമുഖ്യമന്ത്രിമാർ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അന്നത് ആ വിവാദം അടച്ചിരുന്നതാണ്. കരുത്തരായ മന്ത്രിമാരുടെ വകുപ്പുകളൊന്നും അവര് ഇപ്പോൾ വെച്ചു മാറാൻ തയ്യാറല്ല. ഈ ധനകാര്യം, വ്യവസായം, റവന്യൂ ഒക്കെ പോലുള്ളതൊന്നും അതൊന്നും കിട്ടാതെ ഈ ഉദയനിധിക്ക് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പം 46 വയസ്സായി ഉദയനിധിക്ക്. റെഡ് ജയൻസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അത് അളിയൻ ശബരീശനുണ്ട്, ഭാര്യ കൃതികയുടെ സഹോദരൻ. ശബരീശനുമായിട്ടൊക്കെ പല ഇടപാടുകളൊക്കെ നടക്കുന്നതായിട്ടൊക്കെ, അഴിമതി നടക്കുന്നതായിട്ട് അണ്ണാമല ഇടയ്ക്കിടയ്ക്ക് ഗഡുക്കളായിട്ട് വിവരങ്ങളൊക്കെ പുറത്തുവിടുന്നൊക്കെ ഉണ്ട്. ഈ സ്റ്റാലിൻ ഒരുപാട് കാത്ത ശേഷമാണ്, ഈ ഉദയനിധിയുടെ കാര്യത്തിൽ പോലെ തന്നെ ഒരുപാട് കാത്ത ശേഷം 50 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് മന്ത്രിയായത്. കരുണാനിധി സ്റ്റാലിൻ്റെ കാര്യത്തിലും
സ്റ്റാലിനെ സംബന്ധിച്ച് അത്ര ബുദ്ധിയുള്ള ആളല്ല എന്നൊക്കെ അക്കാലത്ത് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഒരു കാലത്ത് കെ മുരളീധരനെ പറ്റിയും പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഏതോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ബുദ്ധിയൊക്കെ ഉണ്ടായി. അപ്പോൾ മേയറായിരുന്നു അവിടെ. അതെ അതെ സാർ, ഞാനൊരു സംശയം. ഇപ്പോൾ ഈ ചെന്നൈ മേയർ ആയിരിക്കുമായിരുന്നല്ലോ സ്റ്റാലിൻ. അതിനുശേഷം പതുക്കെ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. അന്ന് ഈ സ്റ്റാലിനെ നിയമസഭയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ നിർത്തുന്നു. ആ സമയത്ത് കനിമൊഴിയെ ലോക്സഭയിലേക്കല്ലേ മാറ്റിയത്. അപ്പം കൃത്യമായ പ്ലാൻ കരുണാനിധിക്ക് ഉണ്ടായിരുന്നു. അന്ന് ലോക്സഭയിൽ പ്ലാൻ കൃത്യമായിട്ടുണ്ടായിരുന്നു. അത് മുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത ഒരുത്തരുണ്ട് മകൻ. അയാളെ ഈ മധുര ഭാഗം അയാളെ ഏൽപ്പിച്ചിരുന്നു. ഈ ചെന്നൈയിലെ സ്റ്റാലിനും കനിമൊഴിക്കും ശല്യമില്ലാതിരിക്കാൻ മാറ്റി നിർത്തിയിരുന്നു അല്ലേ? അല്ല അന്നത്തെ കാര്യം അവിടുത്തെ മുഖ്യമന്ത്രി അന്ന് UPA സർക്കാർ ആയതുകൊണ്ട് അന്ന് ഈ ഇവർക്ക് കുറച്ചുകൂടെ സ്വാധീനം ഒക്കെ കേന്ദ്രത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ മിണ്ടാതിരുന്നത് കനിമൊഴി. പക്ഷേ ഇപ്പം BJP ആയതുകൊണ്ട് സ്വാഭാവികമായും കനിമൊഴി ഈ DMKയുടെ നേതൃത്വത്തിലേക്ക് വരെ ആഗ്രഹിക്കില്ലേ? പിന്നെ സ്റ്റാലിൻ കഴിഞ്ഞാൽ ഞാനല്ലേ സീനിയർ എന്നൊരു ചോദ്യം വരില്ലേ? ആ വടംവലി ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അതല്ലേ? അതുകൊണ്ടാണ് അത് പറ്റാത്തത്. അവർ തമ്മിൽ നടന്ന ഒരു തർക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനേക്കാൾ രൂക്ഷമായ അധികാര തർക്കമാണല്ലോ. ഇയാൾക്ക് വലിയ വകുപ്പുകൾ കൊടുക്കാൻ പറ്റില്ല, ഇയാളെ പിൻഗാമിയാക്കാൻ പറ്റില്ല. അവർക്ക് സ്റ്റാലിൻ പോകുന്ന സമയത്ത് ഈ ലോക്സഭാ അംഗമായിരിക്കുന്ന കനിമൊഴിക്ക് വന്ന് മുഖ്യമന്ത്രിയാകാമല്ലോ. എന്താ കുഴപ്പം? അപ്പോൾ ആ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ 5 വർഷം മുമ്പ് ഉദയനിധി 2010 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യുവജന വിഭാഗം നേതാവായിട്ട് ഈ സ്റ്റാലിൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഉദയനിധിയെ യുവജന വിഭാഗം നേതാവായിട്ട് നിയമിച്ചത്. എന്നിട്ട് പര്യടനം നടത്താൻ പറഞ്ഞു സംസ്ഥാനമൊട്ടാകെ. അങ്ങനെയാണ് 2021 ചെപ്പോക്ക്, ഒരു സുരക്ഷിത മണ്ഡലമാണത്, അവിടെ നിർത്തി ജയിപ്പിച്ചത്. പര്യടനമൊക്കെ നടത്തി. ഇപ്പോൾ മാമന്നൻ എന്ന് പറഞ്ഞൊരു സിനിമ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്തിട്ട് സിനിമ അഭിനയം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. സിനിമ പ്രൊഡക്ഷൻ, വിതരണം അതൊക്കെ നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ വിതരണ കമ്പനികളിലൊന്നാണ് ഉദയനിധിയുടെ റെഡ് ജയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കരുണാനിധി, സ്റ്റാലിൻ, അളഗിരി അവരെ 3 പേരെയും രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നു. ഈ മറ്റേ ഒരു സജീവമാകുന്നത് വരെ, സ്റ്റാലിൻ ഒരു സജീവമാകുന്നത് വരെ മന്ത്രിസ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി എന്നിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്റ്റാലിൻ വലിയ അധികാര കേന്ദ്രമാണ്. ഈ ഉദയഗിരിയുടെ ഭാര്യ കൃതിക ഫാഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ അവർക്ക്, ഈ മൂരശൊലി എന്നൊക്കെ അതിൻ്റെയൊക്കെ ചുമതലയൊക്കെ കൃതികയൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് തന്നെ അവർ പിൻഗാമികളാകും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അവർ. അപ്പോൾ ഈ പിൻഗാമി ആര് എന്നുള്ള നിലയ്ക്കുള്ള ഒരു വടംവലിയാണ് ഇപ്പോൾ ആ കുടുംബം നേരിടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിൽ വിഘ്നം വരുന്നു. ശക്തമായ വകുപ്പ് കിട്ടുന്ന കാര്യത്തിൽ മറ്റേ വിഘ്നം വരുന്നു. ഇപ്പം ഇനി USA പോയാൽ 3 ആഴ്ച USA പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇത് കൈമാറിയിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കൈമാറുമ്പോൾ ഉപമുഖ്യമന്ത്രി ആയാൽ കൈമാറാൻ എളുപ്പമുണ്ട്. പക്ഷേ ശക്തമായ വകുപ്പുകൾ ഉള്ള ആൾക്കാണ് സാധാരണഗതിയിൽ, ആഭ്യന്തരമോ മറ്റോ ഉള്ള ആൾക്കാണ് കൈമാറാനായിട്ട് സാധാരണഗതിയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വടംവലി അവിടെ നടക്കുന്നു. അപ്പോൾ ഉപമുഖ്യമന്ത്രി ആയാലും ഒരു നല്ല വകുപ്പും കൂടി കൊടുത്തിട്ട് സ്റ്റാലിന് കൈകാര്യം ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു. സ്റ്റാലിൻ്റെ മുകളിൽ ഒരു പിടിമുറുക്കിയിരിക്കുകയാണ് കനിമൊഴി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.